His holy name. Sing like never before. Oh, my soul, I worship your holy name. The sun comes up, it's a new day drawing. It's time to sing His song again.
വെളിച്ചം നിന്റെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. ഏറ്റം മധുരവ ഉണ്ണീശോ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നേഹിതനെ ജീവന്റെ ജീവനെ വന്നാലുമെൻ കൃത്തിൽ വാണാലും അവരതം ഏറ്റം മാധുര്യവാനുണ്ണീശോ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നേഹിതനെ ജീവന്റെ ജീവനെ വന്നാലുമെൻ ഹൃത്തിൽ വാണാലും അനവരതം മാനവരോ തോവസിച്ചിടുവാൻ ആശയാർന്നേവമി സക്രാരിയിൽ അപ്പത്തിൻ രൂപത്തിൻ പള്ളിക്കൊ റോസ്മേരിയുടെ ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപന കൂദാശയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവരുടെ പുതുതായിട്ട് അവർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ വെഞ്ചരിപ്പ് കർമ്മവും നടത്തപ്പെടുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഇവരുടെ കുടുംബത്തിലും ഇവരുടെ ഭവനത്തിലും നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടെ പങ്കുചേരാം. ആദ്യ കുർബാന സ്വീകരണത്തിനൊരുക്കമായി മാമോദീസ വ്രതങ്ങളുടെ നവീകരണം റോസ്മേരി ഇപ്പോൾ ചെയ്യുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. വത്സല മകളെ, മാമോദീസ വഴിയാണ് നീ തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശിയായതും. അന്ന് നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വിശ്വാസ സത്യങ്ങൾ നീ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ഈ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ മകളെ, നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനം നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിന്റെ ആത്മാവിനെ പ്രസാദവരം കൊണ്ട് ദൈവമിത അലങ്കരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം സ്വീകരിക്കുവിൻ. ഈശോ എന്നും നിന്നിൽ ജീവിക്കുവാൻ നീ അനുവദിക്കുവിൻ. ദൈവം തങ്ങൾക്ക് ദാനമായി നൽകിയ തങ്ങളുടെ മകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഇപ്പോൾ സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നു. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ മകളുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഈ മകളെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവൾക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവളിൽ ആരംഭിക്കുന്ന പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവൾക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഈ മകളെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഈ മകളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഈ മകളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഒരിക്കലും അനുവദിക്കരുതേ. ഈ മകളെ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഈ മകൾ വന്നെത്തട്ടെ.
അങ്ങ് ഈ മകളെ അനുഗ്രഹിക്കണമേ. ആമേൻ. തിരികെടുത്ത വിശുദ്ധ കുർബാനയിലേക്ക് നാം പ്രവേശിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. ഉന്നതമാ സർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിയോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെങ്ങും ഭക്തിയോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂഷിതമാക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീര രക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നണഞ്ഞിരിക്കുന്ന ഈ മകളെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കം. ആമേൻ. സൈന്യമെന്നേ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ദൈവമാണ് പാലക. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നൽകുന്ന സഭയിൽ ഞങ്ങളങ്ങി നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവ്വാധിപന കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം ഇത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തിയേകുന്ന തിരുവചനമിതാ കേൾക്കാം, നമുക്കിന്നു കാതോർത്തിടാം. ശാന്തിയേകുന്ന തിരുവചനമിതാ കേൾക്കാം, നമുക്കിന്നു കാതോർത്തിടാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും കൃപ ചൊരിയും വചനം, ശക്തിയേകും വചനം, ഇത് യേശുവിൻ വചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ
പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 തിരുവചനങ്ങൾ 48 മുതൽ 58 വരെ. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ റോസ്മേരി, ഇവരുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളായ ബൈജു, നവ്യ, 2 ചേട്ടന്മാരവർക്കുണ്ട്. മൂലൻ കുടുംബാംഗങ്ങളെ ഇന്നത്തെ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, 3-4 മാസങ്ങൾക്ക് മുൻപാണ് ബൈജു എന്നെ കാണാനായിട്ട് വന്നത്. ഒരു ഭയങ്കര പാവത്താനെ പോലെയാണ് ബൈജു വന്നത്. ഒരു സാധു മനുഷ്യനായിട്ട് വീടിന് കല്ലിടണമെന്നുള്ള ആവശ്യമാണ് പറഞ്ഞത്. ഞാനിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം കല്ലിട്ട വീട് ബൈജുവിൻ്റേതാണ്. ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അച്ഛൻ കല്ലിട്ടാൽ പെട്ടെന്ന് വീടിൻ്റെ പണി നടക്കുമെന്നൊക്കെ. പക്ഷെ 4-5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു പാവത്താനായിട്ട് ഞാൻ കരുതിയിരുന്ന ആൾ ബൈജുവിൻ്റെ വിശ്വരൂപം കാണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് 4-5 മാസം കൊണ്ട് മനോഹരമായിട്ടുള്ള വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ ഇന്ന് മകളുടെ ആദ്യ കുർബാന സ്വീകരണത്തോടൊപ്പം ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. മനോഹരമായ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ റോസ്മേരിക്കും അതുപോലെ തന്നെ ബൈജുവിൻ്റെ കുടുംബത്തിനും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നല്ല ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും സ്വർഗത്തിൻ്റെ വലിയ സ്നേഹവും സന്തോഷവും സമാധാനവുമെല്ലാം ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് റോസ്മേരിയുടെ ആദ്യ കുർബാന സ്വീകരണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം ധൂർത്തപുത്രൻ്റെ ഉപമയായിരുന്നു. ആ ഉപമയിൽ പിതാവ് 2 പ്രാവശ്യം ധൂർത്തപുത്രനെക്കുറിച്ച് പറയുന്ന വാക്ക് ഇതാണ്: ഇവൻ മൃതനായിരുന്നു എന്നുള്ളതാണ്. ഇവൻ മൃതനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു.
ഇവൻ മരിച്ചുപോയിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതാ ഇവൻ ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത് എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ധൂർത്തപുത്രൻ മരിച്ചത് എന്ന് ചോദിച്ചാൽ, അതവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെയും അവൻ കുടിച്ച പാനീയങ്ങളുടെയും പരിണിതഫലമായിട്ടാണ് അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ മരണം സംഭവിക്കുന്നത്. ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, അവരൊരു പ്ലാക്കാർഡിൽ അവർ ഇപ്രകാരം എഴുതി അവർ തെരുവിൽ ചെന്ന് നിൽക്കും, ജീസസ് ഈസ് എലൈവ്. യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കരുത്താണ്. ഇപ്പോൾ ഈ കുർബാന സ്വീകരണത്തിലൂടെ റോസ്മേരിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇവളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കും. ഒരു വ്യക്തി ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, നാശത്തിൽ നിന്ന് നാശത്തിലേക്ക്, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് അങ്ങനെ വീണു പോവുകയാണ്. ഇന്നത്തെ ലോകത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെയും കുടുംബങ്ങളിലും നമ്മളുടെ യുവതലമുറയിലുമൊക്കെ സംഭവിക്കുന്ന അപകടം ഇത് തന്നെയാണ്. ഉള്ളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ, തിന്മ ചെയ്യാനായിട്ട് നമുക്ക് മടിയില്ലാതാകും, നമുക്ക് ലജ്ജയില്ലാതാകും, പാപത്തിൽ ആനന്ദം കണ്ടെത്തുന്ന തലമുറ. അവിടെയാണ് കുർബാന സ്വീകരണത്തിൻ്റെ, വിശുദ്ധ കുർബാനയുടെയൊക്കെയും പ്രസക്തി എന്ന് പറയും. വിശുദ്ധ കുർബാനയിലൂടെ സജീവനായ ദൈവം, ദ ലിവിങ് ഗോഡ്, റോസ്മേരിയുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് നിറയുമ്പോൾ ആ സാന്നിധ്യ, പ്രസൻസ് ഓഫ് ഗോഡ് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും മെച്ചപ്പെട്ട ഒരു ബെറ്റർ ലൈഫ് നയിക്കാനായിട്ട് റോസ്മേരിക്ക് സാധിക്കും. നന്നായിട്ട് പഠിക്കാൻ, നല്ല സ്വഭാവത്തിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ, നല്ല കുട്ടിയാകാൻ, വയ്ക്കുന്ന ഓരോ ചുവടിലും ജീവിതത്തിൻ്റെ വിജയവും സന്തോഷവും കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഇവളുടെ ഹൃദയത്തിലേക്ക്, ഇവളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം എന്നും ഇവളിൽ ജീവിക്കാൻ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാലയമായിട്ട് ഇവളുടെ മനസ്സ്, ഇവളുടെ ശരീരം, ഇവളുടെ ആത്മാവിൽ ഈശോയുടെ ജീവൻ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നിങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നെല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമുക്ക് കറോസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായ്, നിന്റെ പക്കൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീകവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ നീ എന്നും തുണയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കം, സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ.
ഞങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് തന്നെ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, കാരുണ്യത്തിലും എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവം, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടിക്കും സ്തുതി. ആമേൻ.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വരുന്നു കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഈശോയെ സ്വീകരിക്കാം. ആദ്യമായി സ്വീകരിക്കാം. മനതാരിൽ നിറയെ സ്നേഹസോനവുമാ ഈശോയെ കാത്തിരിപ്പോ. ഞാൻ കാത്തിരിപ്പൂ. ഈശോയെ വന്നിടണേ, ആനന്ദം നൽകിയിടണേ, നവജീവൻ നൽകിയിടണേ, പൊതു സൃഷ്ടിയാക്കിയിടണേ. നാഥാ വരുന്നു കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഈശോയെ സ്വീകരിക്കാം. ആദ്യമായി സ്വീകരിക്കാം. സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ സമയം സ്വർഗവാതിലുകൾ തുറന്ന് പ്രിയപ്പെട്ട റോസ്മേരിയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഗായക സംഘം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ തീക്ഷ്ണതയോടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവേറിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. മോഹന
ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസിക്ക് നൽകുവന്നതിന് ഇളയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം ആമേൻ. മാമോദീസായിലൂടെ പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. പിതാവിനെ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വദാസിയും ആയി ജീവിക്കുവാൻ ഇവളെ ശക്തയാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഇവൾക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിച്ച മേരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവരൂപേ സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ നവ്യജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരെ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരെ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. കർത്താവായ ദൈവം ഇവൾ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന അവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഇവളെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലൂടെ നീളം പ്രസരിപ്പിക്കുവാൻ ഇവൾക്കിടയാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, പാപങ്ങൾ ദൈവക്കുഞ്ഞാട് ഐശ്വര്യത്തിൻ്റെ രക്തത്താൽ ഈ മകളെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവീശ്വംശയുടെ വാഗ്ദാനം ഇവളിൽ നിറവേറ്റി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകളെ മിശിഹായുടെ കൂട്ടാവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർയോസേ പിതാവിൻ്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹയുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും ഇടോമധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പ്രാർത്ഥനകൾ ഇവളെ സഹായിക്കുമാറാകട്ടെ. ഇവളുടെ നാമത്തിന് കാരണഭൂതയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിത മാതൃക ഇവൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ ജീവദായകമായ ശരീരരക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരങ്ങൾ ആദ്യമായി
സ്വീകരിച്ച് നിന്നെ അവിടുന്ന് സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശു സഹജമായ നൈർമല്യത്തിലും ദൈവാശ്രയബോധത്തിലും വളർന്നു വരാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും വളർന്നു വരാൻ അവിടെ നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ഭവനം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആസ്ഥലമാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കരുണമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന ഞങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. എന്നിൽ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമയുടെ നിറഞ്ഞുകൂടാ. രക്ഷാകർമ്മത്തിൽ പങ്കുചേരുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത നല്ല ദൈവമേ, ഈ ജപമാല ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും പരിചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഈ ജപമാല ഇവളെ സഹായിക്കട്ടെ. ഇത് ധരിക്കുന്ന ഇവൾ ദൈവിക നന്മകളാൽ സമ്പന്നയാവുകയും തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിലും അന്ധകാര ശക്തികളും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തയാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ബന്ധിങ്ങ വെഞ്ചരിപ്പ് പരിശുദ്ധനെ ആമരുന്ന മനുഷ്യനായി പിറന്ന മിശിഹായ കാൽവരിയിലെ യാഗവേദിയിൽ വെച്ചെങ്കിൽ മാതാവിനെ ഞങ്ങൾക്കും അമ്മയായി നൽകിയത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ധരിക്കുന്ന ഈ ഉത്തരീയം ദയാപൂർവം ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവർക്ക് പരിശുദ്ധമ്മയുടെ സഹായവും സംരക്ഷണവും ലഭിക്കുവാനിടയാക്കണമേ. നന്മയിൽ ഉറച്ചു നിൽക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും ഈ ഉത്തരീയം ഇവർക്ക് പ്രചോദനമരട്ടെ. ദൈവത്തിൻ്റെ തിരുമനസ്സ് പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധനെ അമറിയത്തെ പോലെ അങ്ങേ തിരുവിധം നിറവേറ്റി ജീവിക്കാനും അവസാനം അമ്മയോടൊപ്പം സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനും ഈ ഉത്തരീയം ധരിക്കുന്നവർ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗരാജനീശോ അപ്പമായി ഇന്നിയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ അപ്പമായി ഇന്നിയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ
പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. ആധിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണ് എന്നാശ്രയം. തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണ് എന്നാശ്രയം. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നതിന് ഒരിക്കലും അന്ധകാരം നടക്കില്ല. മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും കുടുംബാംഗങ്ങൾക്ക്
മാർഗദീപവുമായിരിക്കട്ടെ. ബൈജു നവ്യ ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനെ അവതരിക്കുകയും പീഡാസനവും കുരിശുമരണവും ഉദ്ധാനവും വഴി ഞങ്ങൾ വീണ്ടെടുത്ത് ദൈവമക്കളാകും ചെയ്ത മിശിഹായ അങ്ങേ മഹത്വം നന്മയ്ക്കുമായി പ്രതിഷ്ഠിക്കുന്ന തിരുഹൃദയത്തിന്റെ ഈ രൂപം ദയാപൂർവം ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങൾ അങ്ങേ സജീവ സാന്നിധ്യ രക്ഷാപ്രവർത്തിയുടെയും അനുഗ്രഹീത സ്മരണയിലുമുള്ളവാക്കട്ടെ. അധ്വാനിക്കുന്ന ഭാരം വഹി നിങ്ങൾ എൻ്റെ അടുക്കൽ വരും. ഞങ്ങൾ എന്നല്ല മിശിഹായ അങ്ങേ പക്കൽ എപ്പോഴും അണയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ അങ്ങേ സാന്നിധ്യം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഇരുന്ന് നിർമ്മിച്ചു കൂടുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും നന്മ നിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധരിൽ പരിശുദ്ധനാമത്തിന്റെ രൂപം ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ നിർമ്മിച്ചു ഞങ്ങൾ സർവ്വത്തിലേക്ക് ഒരുക്കണമേ. സുവിശേഷം വിളിക്കാൻ പരിശുദ്ധമ്മയുടെ മാധ്യമത്തിൽ ഈ രൂപം സ്ഥാപിക്കപ്പെടുന്ന അനുഗ്രഹിക്കുകയും ദൈവിക നന്മത്തിന്മയുടെ ലോകം ദർശനം നിർമ്മിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പറുദീസോൻ വാസനം കാരണവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്നവരെയും ആശീർവദിക്കണമേ. ആത്മികവും ശാരീരികവും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. സങ്കീർത്തനം കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കിതിനും കുറവുണ്ടാവുകയില്ല. പച്ചവിരിച്ചപ്പോഴത്തോടെ തന്നെ മേയ്ക്ക് പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ ആനയിക്കുക. എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനം അങ്ങേ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങേ തീരുമാനിച്ച് നിർമ്മിച്ചങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവിഷ്യമാക്കി ജീവിക്കാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള ബോധ്യം ജീവിത ക്ലേശങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 തിരുവചനങ്ങൾ 25 മുതൽ 34 വരെ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശത്തിലെ പക്ഷികൾ നോക്കി അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്ര വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിനാ ആകുലരാകുന്നു? വയലിന്റെ ലില്ലികൾ ഇങ്ങനെ വളരുന്നു, അധ്വാനിക്കുന്നില്ല, നോക്കുന്നുമില്ല. സത്യമായി ഞങ്ങൾ പറയുന്നു, സോളമൻ പോലും തന്നെ സർവ്വമഹത്വത്തിലും ഇവരൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. എന്നുള്ളതും നാളെ അടുപ്പിൽ അറിയപ്പെടുന്നതുമായ
പുല്ലിനെ ദൈവപ്രകാരം അലങ്കരിക്കുന്ന നിങ്ങൾ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് അത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കുമെന്ന്, പാനം ചെയ്യുമെന്ന്, ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിരണമെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം ആവശ്യമെന്ന് സ്വകീയ പിതാവ് പറയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. നമ്മുടെ ഈ വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുന്ന ഈ ദിവസത്തിൽ നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളെല്ലാം പ്രത്യേകമായിട്ട് ബൈജുവിനെയും കുടുംബത്തെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വീട് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അടയാളമാണ്. മനുഷ്യനാണെങ്കിൽ തന്നോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൻ്റെ ജീവിത പങ്കാളി, മക്കൾ, അവർക്ക് സുഖവും സുരക്ഷിതവും നൽകാൻ വേണ്ടിയിട്ടാണ് വീട് പണിയുന്നത്. ബൈജു ഏതാണ്ട് 4-5 മാസമായിട്ട് ഫുൾ ടൈം ഇതിന്റെ പുറകെയായിരുന്നു. സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. വിവിധ കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി സഹായിക്കുന്നവരുടെ സ്നേഹപൂർവ്വം പെരുമാറുവാനും സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത ക്ലേശങ്ങളും സന്തോഷവും സ്വീകരിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുപ്പുറകൾ കൂപ്പിപ്പിടിക്കാം, ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവായ ദൈവമേ, ഭവനമങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനം ഇവരെ സംരക്ഷിക്കണമേ. അങ്ങ് ഈ കുടുംബാംഗങ്ങളുടെ മധ്യ നിന്ന് മസ്തുള്ളതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിൽ ഓരോ നിമിഷം അങ്ങ് തിരുമനസ്സുള്ളവരെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും വിശുദ്ധിയിലൂടെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാമത്തിൽ ചുമതലപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹീതമല്ല അപകടം സംരക്ഷിതമാണ്, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെ, ഇവിടെ അകത്തിരിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീകവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന്
കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയോസേ പിതാവ് ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശ്വരത്തിന്റെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാറിയോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർഗരീത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യവാന കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഈ കുടുംബം വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധന്യാമരത്തിന്റെയും മറിയോസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും ബാധ്യസ്ഥവും സംരക്ഷണവും ഈ കുടുംബത്തിനുണ്ടാമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദിവസമാണ്. പ്രത്യേകിച്ച് റോസ്മേരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് അല്ലേ അല്ലേ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചതിൻ്റെയും സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിൻ്റെയും സന്തോഷത്തിലാണ് അവൾ. ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചതിൻ്റെ ഓർമ്മ അവളുടെ ആത്മകഥയായ നവമാലികയിൽ പ്രകാരം കുറിച്ചു വയ്ക്കുന്നുണ്ട്. എത്ര ആനന്ദകരമായ ദിവസമായിരുന്നു അന്ന്. ഒരു തുള്ളി മഹാസമുദ്രത്തിൽ ലയിക്കുന്ന കണക്കെ ഞാനും എൻ്റെ ഈശോയും ഒന്നായി തീർന്നു. അപ്പോൾ പ്രിയപ്പെട്ട റോസ്മേരി, ഇനി ജീവിതത്തിൻ്റെ അവസാനം വരെ ആ സന്തോഷം എന്ന് നിലനിൽക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിനായിട്ട് ഒരുക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയും നന്നായിട്ട് ജീവിക്കാനായിട്ട്, ഈശോയുടെ പ്രിയപ്പെട്ട മകളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനാശംസകളും. Lieber Rosu, herzlichen Glückwunsch, alles Gute. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല 4.5 മാസം കൊണ്ട് ഒരു പ്രവാസിയുടെ വീട് പൂർത്തിയാകുന്നു എന്നുള്ളത്. പ്രവാസികളൊക്കെ മനസ്സ് ജന്മനാട്ടിലും ശരീരം കർമ്മനാട്ടിലുമായിട്ട് ജീവിക്കുന്നവരാണ്. ആ സമയം മുഴുവനും അവൻ്റെ മനസ്സിലൂടെ ഒരു വാചകം കടന്നുപോകും, 1-2 വാക്കുകൾ കടന്നുപോകും. എന്നെങ്കിലും എൻ്റെ വരവും കാത്തു നിൽക്കുന്ന ഒരു ഗ്രാമം എനിക്കുണ്ട്, ആ ഗ്രാമത്തിലെ നാട്ടുകാരെനിക്കുണ്ട് എന്നുള്ളത്. വേല ചെയ്യുന്നതൊക്കെ വിദേശത്ത് കഴിയുമ്പോഴൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷവും മനസ്സിലൂടെ കടന്നു പോകുന്നതൊക്കെ പിറന്നു വീണ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചൊക്കെ ആയിരിക്കും. Your blood shed for me, my hope, eternity. Your grace shown to me gives me life, and now I see your broken body is my healing. Your sinless blood gives my redemption. Your chosen suffering brings perfect life to me. Lord, your sacrifice has made me whole. Through the cross I am forever yours. Your love poured on me with the oil of your spirit, the anointed, breaking fear. I'm alive, I am free, yes. Your broken body is my healing. Your sinless blood gives my redemption. Your chosen suffering brings perfect life to me. Lord, your sacrifice has made me whole. Through the cross I am forever yours. Yeah, this is a holy moment with you. I open my heart to all you wanna do. I still my soul to remember the cross, where you took all my shame and restored all I lost. Oh, this is a holy moment with you. I open my heart to all you wanna do. I still my soul to
took all my shame and restored all I lost. Well, you took all my shame, you restored all I lost. When I am down and oh my soul so weary, when troubles come and my heart burden me, and I am still and wait here in the silence until you come and sit a while with me. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulder. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. Raise me up to more than I can be. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. Tumbling curls of green by stained glass streaming light, and a yellow-colored lampshade used to keep us up all night, and a smile upon your face, the tears upon your cheek, and the night sky on the window, your heart calling out to me. Come running home again, Katie. Come running home again. Cross my heart and hope to die. Shall I cause another tear from your eye? The mirror that won't talk, and your nightgown on the door, and the old pedal singer just don't sing no more. You can roll the reels for hours from the movie of this book. It's a question mark on this heart of mine, sends an elder back to look.
sunlight floods the tomb, and I'm never going back there, and I couldn't anyway, 'cause though I made the great escape, I never got away. Come running home again, Katie, come running home again. Cross my heart and hope to die. Shall I cause another tear from your